നമസ്കാരം എല്ലാവർക്കും. എനിക്ക് ഇന്ന് റീഡിങ് രാവിലെ കാലത്ത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഞാനത് നാളേക്കുള്ള എനർജി ആയിട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, ഇന്നിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കിനി അടുത്ത അല്ലെങ്കിൽ 2 ദിവസത്തെ എന്ന രീതിക്ക് എടുക്കാം എനർജി. ഞാൻ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് നോക്കാം. എനിക്ക് വീഡിയോസ് ഇനി കുറവായിരിക്കും കുറച്ചൊക്കെ. ഓക്കെ, പേഴ്സണലി ഞാൻ അവൈലബിൾ അല്ല, പേഴ്സണൽ റീഡിങ്സിൽ അവൈലബിൾ അല്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് 2 ദിവസത്തേക്കുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഗൈഡൻസ് എന്താ വരുന്നത് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ കാണിക്കുന്ന? ലെറ്റ്സ് സീ. നെക്സ്റ്റ് 2 days 48 hours അല്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യലി കുറച്ച് സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നാമത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ എന്തെങ്കിലും വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ട ഫൈനാൻഷ്യൽ കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ വേണ്ട ആവശ്യങ്ങൾക്കുള്ള ഒരു തീർച്ചയായിട്ടും കാണുന്നുണ്ട്. എന്തെങ്കിലും നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. കരിയർ വൈസ് അല്ലെങ്കിൽ കരിയറിൽ ചിലപ്പോൾ എന്തെങ്കിലും നല്ലതായിട്ട് നടക്കുക. ഐ തിങ്ക് ഓക്കെ ആയിരിക്കും നിങ്ങൾ. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ കിട്ടും. ആക്ച്വലി എന്തെങ്കിലുമൊക്കെ രീതിയിലും പൈസ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഫൈനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർമെൻറ്റിലേക്ക് വരാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലാത്തവർക്ക് ഇപ്പോൾ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അതിനും നിങ്ങൾക്ക് മേ ബി ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓഫർ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓഫർ ആയിരിക്കും. അതായത് ഈവൻ ജോലിയാണെങ്കിലും ശരി, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, അത് അവസരമായിരിക്കും, നിങ്ങൾക്ക് എടുക്കാം, നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. ഈവൻ ഹെൽത്ത് വൈസ് ഒക്കെ നിങ്ങൾ കുറേ ബെറ്റർ ആക്കുന്നതായിട്ട് ഒരു നല്ലൊരു എനർജിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അബണ്ടൻസ് ആയിട്ട് പ്രത്യേകിച്ചും ഫൈനാൻഷ്യലി പ്രത്യേകിച്ചും അല്ലെങ്കിലും ഈവൻ അല്ല നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് എനിക്ക് കാണുന്നത്. പേജ് ഓഫ് ഫയർ ഉണ്ട്. സോ നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുക, വളരെ എന്തും ചെയ്യാൻ തയ്യാറാവുക, ആക്ച്വലി ആക്ഷൻ എടുക്കുന്ന പോലെയാണ് കാണുന്നത്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ അവസരം എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് കൊണ്ടുവരുന്നതായിരിക്കും ഡെഫിനറ്റ്ലി. ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഐ തിങ്ക് എന്തെങ്കിലും ഇതൊരു സ്റ്റാർട്ടിങ് ഫേസ് ആണ്. സ്റ്റാർട്ടിങ് എന്ന രീതിക്ക് മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ചിലവർ പറയും ഞങ്ങൾ ഓൾറെഡി ജോലി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ മേ ബി ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ജോലിയുടെ ഓഫർ വരിക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടി എക്സ്ട്രാ സ്റ്റാർട്ട് ചെയ്യാൻ, സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ, അങ്ങനെ വല്ലതും ആയിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് നീക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കും, അതായത് ഇനി മടിച്ച് നിൽക്കില്ല. നിങ്ങൾക്കും അവസരങ്ങൾ വരുന്നിടത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കും. നല്ലൊരു പോസിറ്റീവ്, വളരെ ഹാപ്പി പോസിറ്റീവ് വൈബാണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ. കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെ. പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ ഇൻഡിസിഷനും വരുന്നുണ്ട്. ബട്ട് മേ ബി ഇത് അവസരം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാം. ദറ്റ് ഈ അവസരം കുറച്ച് പേർക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു അവസരം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാം മേ ബി മനസ്സിൻ്റെ ഉള്ളിലേ ആയിരിക്കാം, മനസ്സിൻ്റെ ഉള്ളിൽ ഐ തിങ്ക് എവിടെയോ നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത നിങ്ങളെ ബോദർ ചെയ്യുന്ന പോലെ, അതായത് ഇത് നല്ലതായിരിക്കുമോ അല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ആ ഓഫർ എടുക്കണോ വേണ്ടേ, ഈ അവസരം നല്ലതാണോ അതോ ഞാൻ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എന്ന രീതിക്ക് ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട് എനിക്ക് ചെറുതായിട്ട്. വളരെ പോസിറ്റീവ് എനർജി ആയിരുന്നു വന്നത്, പക്ഷെ അതിൻ്റെ ഇടയിലൊരു ഡൗട്ട് കയറി വരുന്ന പോലെ. ഡൗട്ട് ചെയ്യാതിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ 2 of Swords ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. എന്താണ് ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്, എന്താണ് ഡൗട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 of Swords ഇവിടെ എന്താ പറയുന്നത്? ആക്ച്വലി നല്ല കാര്യം തന്നെയാണ്, ഒന്നും എനിക്ക് പറയാനില്ല നെഗറ്റീവ്. നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ. പാസ്റ്റിൽ നിങ്ങൾ ചില വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഇനി വരുന്നത്, നമ്മൾ പറയില്ലേ ഒരു എല്ലാത്തിനെയും ഒരു സംശയം ഇതിൽ കാണുക, നമ്മൾ ആ രീതിക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണ്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇല്ല, നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. എന്ത് തന്നെ വന്നാലും ഐ തിങ്ക് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് എന്താണോ, നിങ്ങൾക്ക് തോന്നാം ഇതെനിക്ക് ഇപ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ട് പിന്നീട് അത് ശരിയായില്ലെങ്കിലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇല്ല,
ഓക്കെ, മൂവ് ഓൺ ഫ്രം ദ പാസ്റ്റ് എന്നാണ് പറയുന്നത്. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യൂ. പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ആവില്ല. ഓക്കെ, കാരണം നിങ്ങളിപ്പോൾ സെയിം പേഴ്സൺ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഡ്രീമർ ഉണ്ട്, റിന്യൂവൽ ഉണ്ട്, എല്ലാം ആക്ച്വലി വളരെ നല്ല കാർഡ്സാണ് വന്നിട്ടുള്ളത് എനിക്ക്. നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സോഡ്സ് എല്ലാം ഉണ്ട്. ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മുമ്പൊക്കെ ഐ തിങ്ക് നിങ്ങളൊരു ഇമോഷണലായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇമോഷണലായിട്ട് ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഓക്കെ കൂടുതലും ഒരുപാട് ചിന്തിക്കാതെ ചിലപ്പോൾ ചാടി ഓരോന്ന് ചെയ്ത് കാണാം. അതിൻ്റെയൊക്കെ കാരണം നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ്സ് വരും. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ചില വിഷമങ്ങളും കാര്യങ്ങളും വരും. ചെയ്ത് നടക്കാതെയൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. ബട്ട് ഇനി മുന്നോട്ട് പക്ഷെ നിങ്ങൾക്ക് കാണുന്നത് 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ അഗെയിൻ ഇവിടെ അബണ്ടൻസിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ലൈഫ് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി ഈവൻ ചില എന്തെങ്കിലും വാങ്ങാൻ, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കും. ഓക്കെ, ഇനി വരുന്ന ഓഫർ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് കാണുന്നത് എനിക്ക്. പക്ഷേ പാസ്റ്റിലുണ്ടായ ചില കാര്യങ്ങൾ അതാണ് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ കൺഫ്യൂഷനിലേക്ക് പോകുന്നത്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഡോണ്ട് അങ്ങനെ വിചാരിക്കേണ്ട, നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ നടക്കും എന്ന് തന്നെയാണ്. ആക്ച്വലി നിങ്ങളുടെ ഡ്രീംസ് തന്നെയാണ്, നിങ്ങൾ മുമ്പ് നടക്കാതെ പോയ കാര്യങ്ങൾ നിങ്ങൾക്കത് നടക്കും എന്ന രീതിയിലാണ് ഇവിടെ വരുന്നത്. സോ ട്രസ്റ്റ് ചെയ്യാം, ട്രസ്റ്റ് ദിസ് സിറ്റുവേഷൻ എന്ന് പറയാം. ഓക്കെ, മെയിനായിട്ട് അതാണ്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ്. ബട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് വീണ്ടും നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് കൺഫ്യൂഷനിലേക്ക് പോവുകയാണ്. സോ ഡോണ്ട് വറി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്ത് ചൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അങ്ങനെ ആകുമ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും നമ്മൾ കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുക. ഓക്കെ, എന്നിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, ഞാനിതിൽ ഏത് പാത്ത് ചൂസ് ചെയ്യണം, ഏതെടുത്താലാണ് ശരി, എന്താണ് എൻ്റെ മനസ്സ് തോന്നുന്നത് എന്ന് അവനവനോട് ചോദിക്കുക, യൂണിവേഴ്സിനോട് ചോദിക്കുക. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് കാണുന്നത്. കറേജ്, യെസ്, ധൈര്യം, പ്രോസ്പെരിറ്റി വീണ്ടും വന്നു. അബണ്ടൻസ്, പ്രോസ്പെരിറ്റി 2-3 കാർഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. സറണ്ടർ, യെസ്. ഇവിടെ 6 ഓഫ് സോഡ്സും പറയുന്നത് നമ്മൾ സറണ്ടർ ചെയ്ത് വിടുക. നമ്മൾ പുറകെ മുമ്പ് നടന്ന കാര്യങ്ങളെ നമ്മൾ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലും പുറകിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നാണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നത് പീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് കുറേയൊക്കെ സറണ്ടറിങ് ഉണ്ട്. സറണ്ടറിങ് എന്ന് പറഞ്ഞാൽ മുൻപ് സംഭവിച്ചത് എന്തായാലും ശരി, ഓക്കെ, പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ അത് നമ്മുടെ കൺട്രോളിലല്ല. ഓക്കെ, അപ്പോൾ ഇനി നടക്കാൻ പോകുന്നതും നമ്മുടെ കൺട്രോളിലില്ല. സോ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന്. ഓക്കെ എനിക്കത് ചെയ്യാൻ തോന്നുന്നു, ഞാൻ ചെയ്യുന്നു, ബാക്കിയെല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാം. ഇവിടെ കറേജ് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഇന്നർ കറേജ് കൊണ്ടുവരും. ഓക്കെ, ധൈര്യം കൊണ്ടുവരും, ഇന്നർ ധൈര്യം, ആ ഉള്ളിൽ നിന്നുള്ള നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് കൊണ്ടുവന്ന് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൻ്റെ ഉണ്ടാവും. ആൻഡ് ഇവിടെ പ്രോസ്പെരിറ്റി കാണുന്നുണ്ട്. സോ അഗെയിൻ ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ് ഇവിടെ എനിക്ക് കൂടുതൽ സ്ട്രെസ് വന്നത്. കരിയർ, ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഓക്കെ ഒരു അബണ്ടൻസിലേക്ക് എത്തുന്ന, അത് നിങ്ങൾ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ലൈഫ് നിങ്ങൾ ഫീൽ ചെയ്യുന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങളോട് പറയുന്ന ഒരു കുട്ടികളെ പോലെ ഓക്കെ വീണ്ടും നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളെങ്ങനെയായിരിക്കും ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അവർ വളരെ എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു ഇന്നസെൻസിൽ അപ്രോച്ച് ചെയ്യും അല്ലേ, ഒരു ധൈര്യത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഒന്നും അറിയാത്ത ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാമെന്നൊക്കെ പറയും. പക്ഷെ ആ രീതിക്ക് നിങ്ങളും ആവൂ എന്നാണ് പറയുന്നത്. ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കുക. ഓക്കെ, കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കാനൊക്കെ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സിനെ അത് നല്ലോണം ഫ്രഷ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളോട് പറയുന്ന ഒരു കുഞ്ഞിനെ പോലെ വീണ്ടും ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, പുതിയതായിട്ട് തുടങ്ങുന്ന പോലെ ഓക്കെ നിങ്ങൾ ആ ഒരു എന്തൂസിയാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാം നല്ലതിനാണ്, ഡോണ്ട് വറി. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 വഴിയുണ്ട് നമ്മുടെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 2 വഴിയിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തെറ്റായ വഴിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. എന്നാലും ഡോണ്ട് വറി, നിങ്ങളെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ എവിടെയാണോ എത്തേണ്ടത് അവിടെ ഭഗവാൻ എത്തിച്ചേരും. ഓക്കെ, അങ്ങനെയാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുക. സോ കാരണം അങ്ങനെ നിങ്ങൾ തെറ്റായ വഴി പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. ആ പഠിക്കുന്ന സമയത്ത് എന്താണ് അത് നിങ്ങളെ ബെറ്റർ ആക്കുകയുള്ളൂ. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് മോശം വരില്ല. സോ എന്ത് വന്നാലും ആക്ച്വലി നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. റീബർത്ത് എവിടെയോ, യെസ്, നിങ്ങൾക്ക് എന്തോ ആഗ്രഹിച്ചത് നടക്കാൻ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് അതിന് നിങ്ങൾ കുറച്ച് ധൈര്യത്തിൽ മുന്നോട്ട് പോകണം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ദിവസം ഇന്നത്തെ കഴിയാറേ, ഇനി 1-2 ദിവസം ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.